ദിലീപ് ചിത്രം പ്രിൻസ് ആൻഡ് ഫാമിലിയുടെ ലോഞ്ചിങ് ചടങ്ങിനിടെ ഇന്നലെ ലിസ്റ്റിൻ സ്റ്റീഫൻ വ്യക്തിപരമായി ഉദ്ദേശിച്ച് സംസാരിച്ച ആ നടൻ നിവിൻ പോളിയാണ് എന്നതാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്. ലിസ്റ്റിൻ നിർമ്മിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമായ ബേബി ഗേളിന്റെ ചിത്രീകരണവുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളാണ് നിവിൻ പോളിക്കെതിരെ പേര് പറയാതെ ഇങ്ങനെ ഒരു പരാമർശം നടത്തുന്നതിലേക്ക് എത്തിച്ചത് എന്നാണ് മനസ്സിലാക്കുന്നത്. നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക്. എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുന്നു. ഇന്നലെ വൈകുന്നേരം മുതൽ സോഷ്യൽ മീഡിയ കംപ്ലീറ്റ് അടക്കി ഭരിച്ചുകൊണ്ടിരിക്കുന്നത്, എല്ലാവരും ഷെയർ ചെയ്യുന്നതും ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരൊറ്റ ടോപ്പിക്കാണ് ലിസ്റ്റിൻ സ്റ്റീഫൻ പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന് പറഞ്ഞിട്ടുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ദിലീപ് ചിത്രത്തിൻ്റെ പ്രൊമോഷൻ വേദിയിൽ പ്രൊമോഷൻ്റെ പരിപാടി, പടം റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ പ്രൊമോഷൻ കാര്യങ്ങളും പറഞ്ഞ് ഏറ്റവും ഫൈനലായിട്ട് ലിസ്റ്റിൻ സ്റ്റീഫൻ പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. മലയാള സിനിമയിൽ വലിയ ഒരു തെറ്റിൻ്റെ മാലപ്പടക്കത്തിന് തിരികൊളുത്തിയിട്ടുള്ള ഒരു നടനുണ്ട്, അയാളത് തിരുത്തണമെന്നല്ലെന്നൊക്കെ പറഞ്ഞിട്ട് ആ നടൻ്റെ പേര് പറയാതെ ഒരു പരാമർശം നടത്തി ഇന്നലെ മുതൽ സോഷ്യൽ മീഡിയ കംപ്ലീറ്റ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പല വ്യക്തികളിലേക്കും, പ്രത്യേകിച്ച് എന്താ വെച്ചാൽ സ്വാഭാവികമായിട്ട് ഒരാളുടെ പേര് പറയാതിരുന്ന സമയത്ത് ഏറ്റവും കൂടുതലായിട്ടുണ്ടാകുന്ന ഈ സംശയം എല്ലാ നടന്മാരിലേക്കും നീളും. കാരണം വെച്ചാൽ ലിസ്റ്റിനെ പോലുള്ള ഒരു പ്രൊഡ്യൂസർ ഇങ്ങനെ വന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും, കാരണം വെച്ചാൽ ഇതിനെ ഏറ്റുപിടിച്ചിട്ട് പല ചാനലുകളും, പ്രത്യേകിച്ച് മെയിൻ സ്ട്രീം മീഡിയയിലുള്ള ചാനലുകൾ വരെ പല കാര്യങ്ങളും പറഞ്ഞു. ഞാൻ അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിരുന്നു. എന്തായാലും നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്, ഞാൻ ഫസ്റ്റ് നിങ്ങളൊരു ക്ലിപ്പ് കണ്ടല്ലോ, നിവിൻ പോളിയാണെന്നാണ് ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടുന്ന ഇൻഫർമേഷൻ. അതിന് കുറച്ച് എന്താ പറയുക, കുറച്ച് തെളിവുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷേ ആ വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുന്നേ ഇന്ന് ഫേസ്ബുക്കിൽ, നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നുണ്ടായിരിക്കും, ഇന്ന് ഫേസ്ബുക്കിൽ അഡ്വക്കേറ്റ് ശ്രീജിത്ത് പെരുമന 1 മണിക്കൂർ മുന്നേ പോസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു കുറിപ്പുണ്ട്. ആ ഒരു സംഗതി നിങ്ങൾ എത്ര പേര് അറിഞ്ഞു എന്നുള്ള അറിയില്ല. ഞാൻ ആ പോസ്റ്റ് കുറിപ്പ് ഇവിടെ വായിക്കാം. നമ്മൾ അത് ചർച്ച ചെയ്തതിന് ശേഷം ഈ ഒരു എന്താണ് നിവിൻ പോളി, ലിസ്റ്റിൻ സ്റ്റീഫൻ, ഈ ഒരു വിഷയത്തിലേക്ക് പോവാം. ഒരു കാര്യം സത്യമാണ്, എൻ്റെ ഒരു കേസിൽ ഞാൻ ഈ പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന് പറഞ്ഞിട്ടുള്ളൊരു മൂവി ഇത്ര അധികം ഞാൻ ശ്രദ്ധിച്ചിരുന്നില്ല. പക്ഷേ ഇങ്ങനെ വിവാദങ്ങളും പരിപാടിയും കാര്യങ്ങളും, ഇങ്ങനത്തെ വിവാദ പരാമർശവും പരിപാടിയൊക്കെ ഉണ്ടായ സമയത്ത് ഏറ്റവും കൂടുതൽ ഇപ്പോൾ ആൾക്കാർക്ക് തലയിലേക്ക് രജിസ്റ്റർ ചെയ്യുക അല്ലെങ്കിൽ മനസ്സിലായിട്ടുള്ളത് പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന് പറഞ്ഞിട്ടുള്ള മൂവിയാണ്. ആ മൂവിയുടെ പ്രൊമോഷൻ സമയത്താണ് ലിസ്റ്റിൽ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ മൂവിയും അതിന് റിലേറ്റഡ് ആയ സംഭവം കുറച്ച് നാലാളിലേക്ക് എത്തുന്ന ഒരു സിറ്റുവേഷൻ വന്നു. പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന് പറഞ്ഞിട്ടുള്ള മൂവിക്ക് ഒരു പ്രൊമോഷൻ എക്സ്ട്രാ കിട്ടി ലിസ്റ്റിൻ്റെ ഈ വാക്കുകൾ. അപ്പോൾ എന്തായാലും എന്താണ് ശ്രീജിത്ത് പെരുമന ഈ കാര്യത്തിൽ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടത് നോക്കാം. പ്രമുഖ നിർമ്മാതാവ് ലിസ്റ്റിൻ സ്റ്റീഫൻ്റെ അറിവിലേക്കാണ്. കഴിഞ്ഞ ദിവസം കോഴിക്കോട് ജില്ലയിൽ നിന്നും അപരിചിതയായ ഒരു പെൺകുട്ടി വിളിക്കുന്നു. ദളിതാണെന്ന് സ്വയം പരിചയപ്പെടുത്തിയ പെൺകുട്ടി കോഴിക്കോടുള്ള ലിസ്റ്റിൻ സ്റ്റീഫൻ്റെ ഒരു സിനിമാ സ്റ്റുഡിയോയിൽ തിയേറ്ററിൽ ജോലി ചെയ്യുകയാണ് എന്നും അവിടെയുള്ള മാനേജർ വിവാഹ വാഗ്ദാനം നൽകി നിരന്തരം പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയതിനെ തുടർന്ന് അവിടുത്തെ ജനറൽ മാനേജറെ ഇക്കാര്യം അറിയിച്ചപ്പോൾ ജനറൽ മാനേജറും അയാളുടെ ഭാര്യയും ഉൾപ്പെടെ ഭീഷണിപ്പെടുത്തി ഗർഭഛിദ്രം നടത്തിയെന്നും പോലീസിൽ പരാതി നൽകി ബലാത്സംഗത്തിന് കേസെടുക്കുകയും ചെയ്തെങ്കിലും പ്രതിയെ അറസ്റ്റ് ചെയ്യാനോ അന്വേഷിക്കാനോ തയ്യാറാകുന്നില്ല എന്നാണ് ഇരയുടെ പരാതി. പ്രമുഖ നിർമ്മാതാവ് ലിസ്റ്റിൻ സ്റ്റീഫൻ്റെ ഉടമസ്ഥതയിലുള്ളതാണ് സ്റ്റുഡിയോ എന്നും പീഡിപ്പിച്ചയാൾക്ക് അവരുമായൊക്കെ നല്ല ബന്ധമാണ് എന്നും അതുകൊണ്ട് അവിടുത്തെ ജനറൽ മാനേജറുടെ ഭാര്യയെ കൊണ്ട് തന്നെ ഭീഷണിപ്പെടുത്തി അബോർഷൻ നടത്തിയത് എന്നുമാണ് ആ പെൺകുട്ടി പറഞ്ഞത്. ഉടൻ തന്നെ കേസ് രജിസ്റ്റർ ചെയ്ത് സ്ഥലം SHOയെ വിളിച്ച് വിശദമായി സംസാരിച്ചു. പ്രതി ഒളിവിലാണ് എന്നും പ്രതിയുടെ ഇടുക്കിയിലെ വീട് ഉൾപ്പെടെ സെർച്ച് ചെയ്ത് പരിശോധന നടക്കുകയാണ് എന്നും യാതൊരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ല എന്നുമാണ് SHO അറിയിച്ചത്. തുടർന്ന് ഇക്കാര്യങ്ങൾ ലിസ്റ്റിൻ സ്റ്റീഫനെ നേരിട്ട് വിളിച്ചറിയിച്ചപ്പോൾ അങ്ങനെയൊരു സംഭവം അറിഞ്ഞിട്ടില്ല, അന്വേഷിക്കട്ടെ എന്ന മറുപടിയാണ് എനിക്ക് കിട്ടിയത്. ഹരീഷ് എന്ന സ്വന്തം മാനേജറെ വിളിച്ച് ഇക്കാര്യം പറഞ്ഞ ശേഷം ഇങ്ങനെയൊരു ജനറൽ മാനേജറും അബോർഷൻ നടത്താൻ നിർബന്ധിച്ച് അയാളുടെ ഭാര്യയും ഉടൻ പോലീസ് സ്റ്റേഷനിൽ എത്തിയത്? തുടർന്ന് ലിസ്റ്റിൻ്റെ സ്ഥാപനം അയാളെ പുറത്താക്കി എന്ന് കാണിച്ച് പോലീസിന് കത്ത് നൽകിയെന്ന് SHO എന്നോട് പറയുന്നു. സ്വന്തം സ്ഥാപനത്തിൽ നടന്ന അതിക്രൂരമായ സംഭവം എങ്ങനെ സ്ഥാപന ഉടമ അറിയാതെ എങ്ങനെ ആരോപണ വിധേയനെ പുറത്താക്കിയെന്ന് സ്ഥാപനം രേഖാമൂലം പോലീസിനെ അറിയിച്ചു. സ്ഥാപനത്തിലെ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥനായ ജനറൽ മാനേജർ മുതലാളി അഥവാ ലിസ്റ്റിൻ അറിയാതെ എങ്ങനെ FIR രജിസ്റ്റർ ചെയ്തൊരു കേസിൽ മാനേജറെ സംരക്ഷിച്ചു. ലിസ്റ്റിനെ വിളിച്ച് ഇര ഈ പീഡനകാര്യം പറഞ്ഞിട്ടും ഞാൻ വിളിച്ചപ്പോൾ ഒന്നും അറിഞ്ഞിട്ടില്ല, അന്വേഷിക്കട്ടെ എന്ന് ലിസ്റ്റിൻ പറഞ്ഞത് എന്തുകൊണ്ട്? ലിസ്റ്റിനെ മാത്രമല്ല നിർമ്മാതാവ് NM ബാദുഷ, നാദിർ ഷാ തുടങ്ങി 1/2 ഡസൻ സിനിമാ പ്രവർത്തകരെ വിളിച്ചു പറഞ്ഞിട്ടും അവരൊന്നും പ്രതികരിക്കുകയോ തിരിച്ചു വിളിച്ചൊന്ന് അന്വേഷിക്കുകയോ ചെയ്യാത്തത് എന്തുകൊണ്ടാണ്? തൊഴിലിടങ്ങളിലെ ലൈംഗിക പീഡനങ്ങൾ സെലിബ്രിറ്റികൾ മീറ്റു എഴുതുമ്പോൾ മാത്രമല്ല നീതിക്കായുള്ള മെഴുകുതിരികൾ വിജൃംഭിച്ച് എരിയേണ്ടത്. അത് ദളിതർക്കും പാർശ്വവൽക്കരിക്കപ്പെട്ട
അവർക്കും വേണ്ടിയും കത്തിക്കണം. മുതലാളി എത്ര ഉന്നതനാണെങ്കിലും മുതലാളിക്ക് അതിൽ പങ്കുണ്ടെന്ന് കരുതുന്നില്ല. എന്നാൽ ആ നിയമവിരുദ്ധ കൊല അഥവാ അബോർഷൻ വരെ നടന്ന പീഡനത്തിൽ, അതും ഒരു പ്രമുഖ നിർമ്മാതാവിൻ്റെ സ്റ്റുഡിയോയിൽ തിയേറ്ററിൽ ഒരു ദളിത് പെൺകുട്ടി ഇരയാക്കപ്പെട്ട സംഭവത്തിൽ പ്രതിയെ അറസ്റ്റ് ചെയ്യാൻ പോലും തയ്യാറാകാത്ത പോലീസും ബലാത്സംഗ കേസ് രജിസ്റ്റർ ചെയ്തിട്ടും സംഭവം അറിഞ്ഞിട്ടേ ഇല്ല എന്ന് പറയുന്ന സിനിമ മുതലാളിയും മറുപടി പറയണം. നടി ആക്രമിക്കപ്പെട്ടപ്പോൾ മാത്രമല്ല അവളോടൊപ്പം എന്ന മുദ്രാവാക്യം ഉയരേണ്ടത് എന്ന് മാത്രം ഓർമ്മിപ്പിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് FIRൻ്റെ ഒരു കോപ്പി, നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന FIRൻ്റെ ഒരു കോപ്പി ഉണ്ട്. അതിൽ പോലീസ് സ്റ്റേഷനും FIR നമ്പറൊക്കെ ബ്ലാക്ക് ഔട്ടാണ്, ലൊക്കേഷൻ അഡ്രസ്സൊക്കെ. എന്തായാലും FIRൻ്റെ കോപ്പി. പിന്നെ മാജിക് ഫ്രെയിംസ് എന്ന് പറഞ്ഞിട്ടുള്ള ഇയാളുടെ സ്ഥാപനത്തിൻ്റെ അവരുടെ ആ ലോഗോ, ഈ ഒരു സംഭവം കൂടി കൂട്ടിയാണ് കൊടുക്കുന്നത്. അപ്പോൾ അതാണ് സ്ഥിതി. പിന്നെ രണ്ടാമത് ഒരു പോസ്റ്റും കൂടി വായിക്കാം. പിന്നെ കമ്മിങ് ബാക്ക് ടു നമ്മളെ നിവിൻ പോളി ടോപ്പിക്കിൽ കേട്ടോ. കഞ്ചാവ് പിടിച്ച സെറ്റിൽ അവനെ പുറത്താക്കാത്ത പക്ഷം അഭിനയിക്കില്ല എന്ന നിലപാടിലാണ് ലിസ്റ്റിൻ്റെ പടത്തിൽ നിന്നും നിവിൻ ഇറങ്ങിയത് എന്നൊക്കെ കേൾക്കുന്നു. ഇതുള്ളതാണെങ്കിൽ നിവിൻ പോളി താങ്കൾ തീയാണ്, ഒരു റോൾ മോഡൽ കൂടിയാണ്. താങ്കളുടെ കൂടെ കേരളത്തിൽ വലിയൊരു ജനസമൂഹം ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും നമുക്ക് ആ ന്യൂസിൻ്റെ ക്ലിപ്പ് ഒന്ന് ജസ്റ്റ് പ്ലേ ചെയ്യാം. ലിസ്റ്റിന്റെ ഈ ചിത്രത്തിൽ നിവിനാണ് പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്, നായക വേഷത്തിലുള്ളത്. പക്ഷേ ഒരാഴ്ച ഷൂട്ടിംഗ് തുടങ്ങി ഒരാഴ്ചയായിട്ടും വളരെ കുറച്ച് ദിവസമാണ് നിവിൻ ഈ സെറ്റിൽ ചെന്നത്. കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ വലിയ അതൃപ്തിയൊക്കെ ഉണ്ടായി ഈ സിനിമയുടെ സ്ക്രിപ്റ്റുമായി ബന്ധപ്പെട്ടും ഷൂട്ടിംഗ് സമയവുമായി ബന്ധപ്പെട്ടൊക്കെ. തുടർന്ന് ഒരാഴ്ച തനിക്ക് അവധി വേണമെന്ന് നിവിൻ ആവശ്യപ്പെട്ടെങ്കിലും അത് അനുവദിക്കാൻ കഴിയില്ല എന്നതായിരുന്നു ലിസ്റ്റിനെടുത്ത നിലപാട്. ഇതേ തുടർന്ന് നിവിൻ പിന്നെ ഈ സിനിമയുടെ സെറ്റിലേക്ക് വന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അതേസമയം മറ്റൊരു യുവ സംവിധായകന്റെ ചിത്രത്തിൽ നിവിൻ ജോയിൻ ചെയ്യുകയും ചെയ്തു. ഈ സിനിമയുടെ ചർച്ചകളൊക്കെ നടക്കുന്നുണ്ടായിരുന്നെങ്കിലും അതിന്റെ ചിത്രീകരണം തുടങ്ങിയിരുന്നില്ല. ആ സിനിമയുടെ ചിത്രീകരണം തുടങ്ങിയതിന്റെ ചിത്രങ്ങളൊക്കെ സംവിധായകനും മറ്റുള്ളവരും സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കുകയും ചെയ്തു നിവിൻ ഈ ചിത്രത്തിൽ ജോയിൻ ചെയ്തതിന്റെ. ഇതാണ് ലിസ്റ്റിൻ സ്റ്റീഫനെ ഇത്രയേറെ പ്രകോപിപ്പിച്ചത് എന്നതാണ് മനസ്സിലാക്കുന്നത്. ഇന്നലെ ഈ പ്രിൻസ് ആൻഡ് ഫാമിലിയുടെ ലോഞ്ച് ചടങ്ങിൽ വെച്ച് വളരെ അപ്രതീക്ഷിതമായി ഇങ്ങനെ ഒരു പ്രഖ്യാപനം, അതായത് ആ ചടങ്ങെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഈ സിനിമയെ പറ്റി അല്ലാതെ തനിക്ക് പറയാനുണ്ട് എന്ന് പറയുന്നത്. അത് ആ നടന് മനസ്സിലാവും എന്ന് പറഞ്ഞുകൊണ്ട് ലിസ്റ്റിൻ പറഞ്ഞപ്പോൾ തന്നെ അതൊരു വ്യക്തിപരമായ പ്രശ്നമാണെന്ന് എല്ലാവരും മനസ്സിലാക്കിയിരുന്നു. അപ്പോൾ മുതൽ എല്ലാവരും അന്വേഷിക്കുന്നുണ്ടായിരുന്നു ഈ നടൻ ആരാണെന്ന്. തുടർന്ന് ലിസ്റ്റിനും ഈ ബേബി ഗേൾ സിനിമയുടെ സംവിധായകൻ അരുൺ വർമ്മയും നിവിൻ പോളിയെ ഇൻസ്റ്റഗ്രാമിൽ നിന്ന് അൺഫോളോ ചെയ്തതും സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ശ്രദ്ധിച്ചു. തുടർന്നാണ് ഇപ്പോൾ ഈ നടൻ ആരാണെന്നുള്ള ചോദ്യത്തിന് പലതവണ ലിസ്റ്റിനോട് പ്രതികരണങ്ങൾ തേടിയെങ്കിലും അദ്ദേഹം പറഞ്ഞില്ല. പക്ഷെ അത് ബേബി ഗേൾ എന്ന സിനിമയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെ തുടർന്ന് നിവിൻ പോളിയെ ഉദ്ദേശിച്ചാണ് ലിസ്റ്റിൻ സ്റ്റീഫൻ ഇക്കാര്യങ്ങൾ പറഞ്ഞത് എന്ന് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്. സിനിമയിൽ വന്നിട്ട് 10-15 വർഷമായി ഇന്നും കുറെ അധികം സിനിമകൾ ചെയ്തിട്ടുണ്ട്. മലയാള സിനിമയിലെ ഒരു പ്രമുഖ നടൻ വലിയ തെറ്റിലേക്ക് ഇന്ന് തിരികൊളുത്തിയതാണ്. സോ ഒരു വലിയ മാലപ്പടക്കത്തിന് ഇന്ന് തിരികൊളുത്തിയതാണ്. സോ അതൊരു വേണ്ടായിരുന്നു എന്ന് ഞാൻ പറയുമ്പോൾ ആ നടൻ ഇത് കാണും. പക്ഷെ ആ നടൻ ചെയ്തത് വലിയ തെറ്റാണ് എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഇനിയും ആ തെറ്റ് വലിയ വില കൊടുക്കേണ്ടി വരും. എന്തായാലും രണ്ട് കാര്യം ഇതുകൊണ്ട് നടന്നു. രണ്ടല്ല, അതിൽ കൂടുതൽ കാര്യങ്ങൾ നടന്നു. രണ്ട് കാര്യം നടന്നു. ഒന്ന്, പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിനിമ സീരിയസ്ലി നമ്മളങ്ങനെ കേൾക്കാത്ത ഒരുപാട് പേരുണ്ടായിരുന്നു. ഞാനും കേട്ടിരുന്നില്ല, തുറന്നു പറയാലോ. അങ്ങനെ പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന് പറഞ്ഞിട്ടുള്ളൊരു പടം ഉണ്ട്, ദിലീപിൻ്റെ വരാൻ പോകുന്ന സിനിമ. രണ്ടാമത്തെ സാധനം ബേബി ഗേൾ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സിനിമയുണ്ട്. ഈ രണ്ട് സിനിമയും ആൾക്കാരുടെ മനസ്സിലേക്ക് രജിസ്റ്റർ ചെയ്യുവാൻ ഈ ഒരു സംഭവത്തിന് സാധിച്ചു അതാണ് പറയാനുള്ളത്. ഓക്കെ, ഇതാണ് ഈ ഒരു സംഗതി. പിന്നെന്താ വെച്ചാൽ പേഴ്സണൽ എന്തോ പ്രശ്നങ്ങളാണ് അവർ തമ്മിലുള്ളത്. അതൊക്കെ ആൾക്കാരെ പേര് ഇപ്പോൾ സാന്ദ്ര തോമസിൻ്റെ ഒരു കുറിപ്പ് കണ്ടെന്ന്, അതായത് ആൾക്കാരുടെ പേര് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ എല്ലാവരും രസം കേൾക്കണോ. ഞാൻ മറ്റേ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഓരോ കമൻസ് കേട്ടോ. മമ്മൂക്ക ഷൈൻ ടോം ചാക്കോനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് മമ്മൂക്കനെ പറ്റിയാണ് ലിസ്റ്റിൻ സ്റ്റീഫൻ പറഞ്ഞത്. അതേമാതിരി എമ്പുരാനിൽ ലാലേട്ടനെ വെച്ച് എമ്പുരാൻ ചെയ്ത ഒറ്റ കാര്യം കൊണ്ട് പൃഥ്വിരാജ് ഇത്രയധികം പൈസ മുടക്കിയിട്ട് അതുകൊണ്ട് പൃഥ്വിരാജിനെ പറ്റിയാണ് പറഞ്ഞത്. അങ്ങനെ ഒരുപാട് പേരുടെ ഊഹാപോഹങ്ങൾ. ഇനിയെങ്കിലും പറയുന്ന കാര്യങ്ങൾ വ്യക്തമായിട്ട് പറയുക. വേറെ ഉദ്ദേശശുദ്ധി അതിൽ കറക്റ്റാണെന്നുണ്ടെങ്കിൽ മാത്രം, അതല്ല ഇതുകൊണ്ട് വേറെ വല്ല പരിപാടികളും ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇങ്ങനെ തന്നെ ആൾക്കാർ ഇങ്ങനെ തന്നെ പറയുള്ളൂ. അതല്ല കറക്റ്റായിട്ട് സംഭവം ഉണ്ടെങ്കിൽ ആ നടൻ അറിയാൻ വേണ്ടി പറയണമെങ്കിൽ അയാളെ വിളിച്ച് പറയുക, എന്താ വെച്ചാൽ അതിന് സംവിധാനം ചെയ്യുക. അല്ലാണ്ട് അങ്ങനെ സോഷ്യൽ മീഡിയയിൽ വിളിച്ച് പറയുന്ന സമയത്ത് ആൾക്കാർ പല കഥകളും കുക്ക് ചെയ്യും. ഓക്കെ, ഇത്തരത്തിലുള്ള നമ്മളെ വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക.
അടുത്തൊരു വീഡിയോയിൽ കാണാം. പിന്നെ ആ ഒരു ശ്രീജിത്ത് പെരുമന പറഞ്ഞിട്ടുള്ള ഒരു കേസിൻ്റെ സംഭവം ഉണ്ടായി. ഞാൻ ജസ്റ്റ് ഫേസ്ബുക്ക് നോക്കിയ സമയത്ത് അയാളുടെ ഒരു പോസ്റ്റ് കണ്ടാണ്. പല ഇതുപോലത്തെ കാര്യങ്ങളിലും ഇടപെടുന്ന ഒരു വ്യക്തിയാണ് ശ്രീജിത്ത് പെരുമന. ഇയാൾ തന്നെയല്ലേ പണ്ട് പുഴയുടെ സ്വാഭാവിക ഒഴുക്ക് തടസ്സപ്പെടുത്തി എന്ന് പറഞ്ഞിട്ടുള്ള സംശയം കേട്ടോ, എനിക്ക് പെട്ടെന്ന് ഓർത്താണ് അല്ലേ? ഫ്ലക്സ് വെച്ചതിന്, ഫുട്ബോൾ താരങ്ങളുടെ ഫ്ലക്സ് വെച്ചതിന് കേസ് കൊടുത്ത വ്യക്തിയല്ലേ ഇത്? ഹൂവർ എന്തായാലും അങ്ങനെ ഒരു സംഭവം കൂടി ഉണ്ട്. നോക്കാം, നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ്.